വാർത്തകൾ. CPIM സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് തുടരുന്നു. MP ഗോവിന്ദൻ മാസ്റ്റർ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ ഇന്ന് പൊതുചർച്ച നടക്കും. സംസ്ഥാനത്ത് സ്വകാര്യ നിക്ഷേപത്തിന് വാതിൽ തുറന്നിടുന്ന പ്രഖ്യാപനങ്ങളുമായി മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരള നയരേഖ. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ സ്വകാര്യ നിക്ഷേപത്തിന് പച്ചക്കൊടി. വിദ്യാർത്ഥികളുടെ വിദേശ ഒഴുക്ക് തടയാൻ നടപടിയുണ്ടാകും. വ്യാവസായിക ക്ലസ്റ്റർ രൂപീകരിക്കും. സിൽവർ ലൈൻ യാഥാർത്ഥ്യമാക്കുമെന്നും പ്രഖ്യാപനം. സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നഗരത്തിൽ കൊടികളും ഫ്ലക്സ് ബോർഡുകളും സ്ഥാപിച്ചതിൽ CPIM-ന് കൊല്ലം കോർപ്പറേഷൻ പിഴയിട്ടു. 3 ലക്ഷം രൂപ പിഴയടക്കണമെന്ന് കാണിച്ച് CPIM ജില്ലാ സെക്രട്ടറിക്ക് കോർപ്പറേഷൻ സെക്രട്ടറി നോട്ടീസ് നൽകി. CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ആശ്രാമം മൈതാനിയിൽ ഒരുക്കിയിട്ടുള്ള വിനോദ വിജ്ഞാന ചരിത്ര പ്രദർശനം ശ്രദ്ധേയമാകും. ചിത്രങ്ങൾക്കപ്പുറം ശില്പങ്ങളിലൂടെയും ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളിലൂടെയുമാണ് പോയകാല ചരിത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകളും പഴയകാല ഉപകരണങ്ങളും ഫുഡ് കോർട്ടും പ്രദർശനത്തിലുണ്ട്. ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഷുഹൈബിനെ കൂടുതൽ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന് ദേഹാസ്വാസ്ഥ്യം. പാങ്ങോട് പോലീസ് സ്റ്റേഷനിലെ സെല്ലിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. പ്രാഥമിക കൃത്യങ്ങൾക്കായി വിലം കഴിക്കുമ്പോഴാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. രക്തസമ്മർദ്ദത്തിലെ വ്യതിയാനമെന്ന് പോലീസ്. മലപ്പുറം താനൂരിൽ നിന്ന് കാണാതായ +2 വിദ്യാർത്ഥിനികളെ കണ്ടെത്തി. മുംബൈയിലെ ലോനാവാലയിൽ നിന്നാണ് കുട്ടികളെ കണ്ടെത്തിയത്. മുംബൈ ചെന്നൈ എഗ്മോർ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. പെൺകുട്ടികളെ പൂനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. പാലക്കാട് ഒറ്റപ്പാലത്ത് CPIM ഭരിക്കുന്ന സഹകരണ അർബൻ ബാങ്കിൽ വൻ സാമ്പത്തിക തട്ടിപ്പ്. മുക്കുപണ്ടം പണയം വെച്ച് ബാങ്ക് സീനിയർ അക്കൗണ്ടന്റ് മോഹനകൃഷ്ണൻ 45 ലക്ഷം രൂപ തട്ടിയെടുത്തു. മോഹനകൃഷ്ണനും കുടുംബാംഗങ്ങളായ 3 പേർക്കുമെതിരെയാണ് കേസ്. തട്ടിപ്പ് നടത്തിയത് കഴിഞ്ഞ ജൂൺ മുതൽ ഫെബ്രുവരി വരെ. SDBIക്കെതിരെ നടപടി ഘടിപ്പിക്കാൻ ED. കഴിഞ്ഞ ദിവസം രാജ്യത്തെ 12 കേന്ദ്രങ്ങളിൽ നടത്തിയ പരിശോധനയിൽ PFIയുമായി ബന്ധപ്പെട്ടതിന്റെ നിരവധി രേഖകളാണ് EDക്ക് ലഭിച്ചിട്ടുള്ളത്. SDBIക്കെതിരെ അന്വേഷണവുമായി NIAയും എത്തിയിരിക്കുകയാണ്. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് A ബദറുദ്ദീനെതിരെ പ്രതിഷേധവുമായി അഭിഭാഷകർ. ജഡ്ജി വനിതാ അഭിഭാഷകയെ അപമാനിച്ചെന്നും തുറന്ന കോടതിയിൽ ജഡ്ജി മാപ്പ് പറയണമെന്നും പ്രതിഷേധക്കാർ. പ്രതിഷേധത്തെ തുടർന്ന് ജസ്റ്റിസ് ബദറുദ്ദീൻ ഇന്നത്തെ സിറ്റിംഗ് ഒഴിവാക്കി. മുൻ പത്തനംതിട്ട SP സുജിത് ദാസിന്റെ സസ്പെൻഷൻ പിൻവലിച്ചു. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ് തിരിച്ചെടുക്കാനുള്ള ശുപാർശ നൽകിയത്. കന്നഡ നടി റെന്യ റാവു പ്രതിയായ സ്വർണ്ണക്കടത്ത് കേസിൽ ഭർത്താവും അന്വേഷണ പരിധി. പ്രമുഖ ആർക്കിടെക്ട് ജതിൻ ഹുക്കേരിയെ ചോദ്യം ചെയ്യും. റെന്യ റാവു സ്വർണ്ണക്കടത്ത് ശൃംഖലയിലെ ചെറിയൊരു കണ്ണിയെന്ന് TRI. ഉത്തരാഖണ്ഡ് സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉത്തരാഖണ്ഡിൽ വിമാനമിറങ്ങിയ പ്രധാനമന്ത്രിയെ ഡെറാഡൂണിലെ ജോളി ഗ്രാൻഡ് വിമാനത്താവളത്തിൽ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി സ്വീകരിച്ചു. പ്രധാനമന്ത്രി ഉത്തരാഖണ്ഡിൽ ട്രക്ക്, ബൈക്ക് റാലി, പ്രസംഗ സമ്മേളനം എന്നിവ ഫ്ലാഗ് ഓഫ് ചെയ്യും. പ്രാർത്ഥനകൾക്ക് നന്ദി പറഞ്ഞ് ആശുപത്രിയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ. താൻ നിങ്ങൾക്കൊപ്പമുണ്ടെന്നും മാർപ്പാപ്പ പറഞ്ഞു. ശബ്ദ സന്ദേശത്തിലൂടെയാണ് മാർപ്പാപ്പയുടെ പ്രതികരണം. അതേസമയം മാർപ്പാപ്പയുടെ ആരോഗ്യനില തൃപ്തികരമായി തുടരുകയാണെന്ന് വത്തിക്കാൻ അറിയിച്ചു. ഫിസിയോതെറാപ്പി അടക്കമുള്ള ചികിത്സകൾ തുടരുകയാണെന്നും രക്തപരിശോധനാ ഫലങ്ങളും തൃപ്തികരമാണെന്നും വത്തിക്കാൻ അറിയിച്ചു. ഈ വർഷത്തെ സമാധാന നൊബേലിനായി വ്യക്തികളെയും സംഘടനകളെയും ഉൾപ്പെടെ 300ഓളം പേരെ നാമനിർദ്ദേശം ചെയ്തതായി നോർവീജിയൻ നൊബേൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഫ്രാൻസിസ് മാർപ്പാപ്പയും പട്ടികയിലുണ്ടെന്നാണ് വിവരം. 244 വ്യക്തികളും 94 സംഘടനകളും ഉൾപ്പെടെ 338 നാമനിർദ്ദേശങ്ങളാണ് ഇത്തവണ ലഭിച്ചത്. ദുബായ് ഭരണാധികാരിക്ക് എമിറേറ്റ്സ് ഹോളി ഖുറാൻ പുരസ്കാരം.
ഖുർആൻ പഠനത്തിന് നൽകിയ സംഭാവനകൾ മാനിച്ചാണ് പുരസ്കാരം. ദുബായ് അൽ ഖവനീജിൽ നടന്ന ചടങ്ങിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ പുരസ്കാരം സമ്മാനിച്ചു. ഖുർആൻ പ്രത്യേക പതിപ്പും രാഷ്ട്ര നേതാക്കളുടെ ചിത്രവും അടങ്ങുന്നതായിരുന്നു പുരസ്കാരം. അനധികൃത കുടിയേറ്റക്കാരെ സൈനിക വിമാനത്തിൽ തിരിച്ചയക്കുന്നത് നിർത്തി US. കുടിയേറ്റക്കാരെ നാടുകടത്താൻ സൈനിക വിമാനങ്ങൾ ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ഉയർന്ന ചെലവാണ് നടപടികളിൽ നിന്ന് പിന്മാറാനുള്ള കാരണം. ഇലോൺ മസ്കിന്റെ മാർസ് റോക്കറ്റ് പ്രോഗ്രാം പരീക്ഷണമായ സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം ബഹിരാകാശത്ത് പൊട്ടിത്തെറിച്ചു. സ്റ്റാർഷിപ്പ് എഞ്ചിനുകൾ വിച്ഛേദിക്കപ്പെട്ട് അനിയന്ത്രിതമായി കറങ്ങാൻ തുടങ്ങുകയായി. പൊട്ടിത്തെറിയിൽ തെക്കൻ ഫ്ലോറിഡയിലെയും ബഹാമാസിലെയും ആകാശത്ത് തീപിടിച്ച അവശിഷ്ടങ്ങൾ പടർന്നു. സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ ഇൻറ്റ്യൂട്ടീവ് മെഷീൻസിന്റെ IM-2 ദൗത്യത്തിന്റെ ഭാഗമായ അഥീന ലാൻഡർ ചന്ദ്രനിൽ പറന്നിറങ്ങി. അഥീന സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ US-ൽ നിന്നുള്ള മൂന്നാമത്തെ സ്വകാര്യ ലാൻഡറാണ് അഥീന. US സൈന്യവുമായി സംയുക്തമായി നടത്തിയ ലൈവ് ഫയർ അഭ്യാസത്തിനിടെ 2 ദക്ഷിണ കൊറിയൻ യുദ്ധവിമാനങ്ങൾ സ്വന്തം രാജ്യത്ത് ബോംബുകൾ വർഷിച്ചു. വീടുകൾക്കും ആരാധനാലയത്തിനും മുകളിലാണ് ബോംബുകൾ പതിച്ചത്. സ്ഫോടനത്തിൽ 15 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 2 പേർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഇന്ത്യക്ക് കൈമാറുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണ നൽകിയ അടിയന്തര അപേക്ഷ തള്ളി US കോടതി. കൈമാറ്റം അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നായിരുന്നു റാണയുടെ ആവശ്യം. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ റാണ അമേരിക്കയിൽ ജയിലിലാണ്. ഓൺലൈൻ തട്ടിപ്പുകളെ സൂക്ഷിക്കണമെന്ന് ഓർമ്മിപ്പിച്ച റോയൽ ഒമാൻ പോലീസ്. ഫോണിലേക്ക് വരുന്ന വാട്സാപ്പ് ടെക്സ്റ്റ് സന്ദേശങ്ങൾ വഴിയാണ് ഒമാനിൽ പുതിയ തട്ടിപ്പ് നടക്കുന്നത്. ഗാർഹിക തൊഴിലാളികളെ ആകർഷകമായ ശമ്പളത്തിന് വാഗ്ദാനം ചെയ്യുന്ന വ്യാജ പരസ്യങ്ങളാണ്. ഇതിൽ നൽകിയ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ ആവശ്യപ്പെടുകയും ബാങ്ക് വിവരങ്ങൾ കൈക്കലാക്കുകയുമാണ് തട്ടിപ്പ് സംഘം ചെയ്യുന്നതെന്ന് റോയൽ ഒമാൻ പോലീസ് മുന്നറിയിപ്പ് നൽകി. ദുബായിൽ വാഹനങ്ങൾ തമ്മിൽ ആവശ്യമായ അകലം പാലിക്കേണ്ടതിന്റെ ആവശ്യകത ഓർമ്മപ്പെടുത്തി ദുബായ് പോലീസ്. റോഡിൽ വാഹനങ്ങൾ തമ്മിൽ നിശ്ചിതമായ അകലം പാലിച്ചിരിക്കണം. ഇത് നിരീക്ഷിക്കുന്നതിനായി റോഡുകളിൽ റഡാർ സംവിധാനങ്ങൾ സ്ഥാപിക്കുമെന്നും ദുബായ് പോലീസ് അറിയിച്ചു. നിയമം ലംഘിക്കുന്നവർക്കെതിരെ പിഴ ചുമത്തുന്നതുൾപ്പെടെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. അനധികൃത കുടിയേറ്റത്തിന്റെ പേരിൽ US-ൽ നിന്നും നാട് കടത്തിയ ഇന്ത്യക്കാരിൽ 11 പേർക്ക് EDയുടെ നോട്ടീസ്. ഇന്ത്യയിൽ നിന്നും US-ലേക്ക് ആളുകളെ ഡങ്കി റൂട്ടുകൾ വഴി എത്തിക്കുന്ന ഏജന്റുമാർക്കെതിരായ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ED സമ്മൺസ് അയച്ചത്. പഞ്ചാബ് സ്വദേശികളായ 10 പേർക്കും ഒരു ഹരിയാന സ്വദേശിക്കുമാണ് ED നോട്ടീസ് നൽകിയിരിക്കുന്നത്. മലപ്പുറം മമ്പാട് എളമ്പുഴയിൽ പട്ടാപ്പകൽ പുലിയെ കണ്ടതായി നാട്ടുകാർ. രാവിലെ 10 മണിയോടെ എളമ്പുഴ സ്വദേശി ബിനേഷാണ് പുലിയെ കണ്ടത്. വിവരമറിഞ്ഞതിനെ തുടർന്ന് എടക്കോട് വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി. പുലിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ പുലിയെ കണ്ടതായി പറയുന്ന ദൃശ്യങ്ങൾ വ്യക്തമല്ലാത്തതിനാൽ അത് പുലിയാണോ എന്ന് ഉറപ്പിക്കാൻ കഴിയില്ലെന്ന് വനം വകുപ്പ് അറിയിച്ചു. ഇടുക്കി നെടുങ്കണ്ടത്ത് പെരുന്തേനീച്ചയുടെ കുത്തേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഗൃഹനാഥൻ മരിച്ചു. നെടുങ്കണ്ടം ആട്ടുപാറ സ്വദേശി സുബ്രഹ്മണിയാണ് മരിച്ചത്. ഈ മാസം 1-നായിരുന്നു സുബ്രഹ്മണിക്ക് പെരുന്തേനീച്ചകളുടെ കുത്തേറ്റത്. ക്ഷീരത്തിൽ നിന്നും വെള്ളം ശേഖരിക്കുന്നതിനായി പോയപ്പോൾ ആക്രമിക്കുകയായിരുന്നു. മലപ്പുറം കുമരനെല്ലൂരിൽ ലഹരി വിരുദ്ധ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ലഹരിക്കെതിരെ ഒരുമിച്ച് പോരാടുക എന്ന സന്ദേശവുമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. വിൽപ്പനയോ ഉപയോഗമോ കണ്ടാൽ കൈകാര്യം ചെയ്ത് പോലീസിനെ ഏൽപ്പിക്കുമെന്ന തരത്തിലുള്ള മുന്നറിയിപ്പ് ഫ്ലക്സ് ബോർഡുകളും സ്ഥാപിച്ചു. കൊല്ലം ചടയമംഗലത്ത് 10 ഗ്രാം കഞ്ചാവും 4 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. കൊട്ടാരക്കര സ്വദേശി മുഹമ്മദ് ബിലാലാണ് ചടയമംഗലം പോലീസിന്റെ പിടിയിലായത്. തൃശൂർ പുളിയിലപ്പാറയിൽ വൻതോതിൽ മദ്യം വിൽപ്പന നടത്തിയ ആൾ പിടിയിൽ. പുളിയിലപ്പാറ സ്വദേശി ഷിജുവാണ് പിടിയിലായത്. ഇയാളിൽ നിന്നും അനധികൃത വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 6 ലിറ്റർ മദ്യവും കണ്ടെടുത്തു. ഈ മേഖല കേന്ദ്രീകരിച്ച് ശക്തമായ പട്രോളിംഗ് തുടരുമെന്ന് പോലീസ് അറിയിച്ചു.
കോട്ടയം ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ CCTV ദൃശ്യങ്ങൾ പുറത്തു. ഷൈനിയും മക്കളായ അലീനയും ഇവാനയും റെയിൽവേ ട്രാക്കിലേക്ക് പോകുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം ഭർത്താവ് നോബിക്കെതിരെ നിരവധി ആരോപണങ്ങളുമായി ഷൈനിയുടെ മാതാപിതാക്കൾ രംഗത്തു. കോഴിക്കോട് കോടഞ്ചേരിയിൽ നിന്നും കാണാതായ 75-കാരിയുടെ മൃതദേഹം കണ്ടെത്തി. വലിയ കൊല്ലിയിലെ ജാനുവിനെ കാണാതായി 7 ദിവസത്തിന് ശേഷമാണ് മൃതദേഹം കണ്ടെത്തിയത്. അഴുകിയ നിലയിലാണ് മൃതദേഹം. കാസർഗോഡ് ബദിയടുക്കയിൽ ഇലക്ട്രോണിക്സ് കടയിൽ വൻ തീപിടുത്തം. മുഹമ്മദ് പെർഡാലയുടെ ഉടമസ്ഥതയിലുള്ള FMB സർവീസ് സെന്ററിലാണ് അഗ്നിബാധയുണ്ടായത്. വിവരമറിഞ്ഞ് കാസർഗോഡ് നിന്നും എത്തിയ ഫയർഫോഴ്സ് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീയണച്ചത്. അറ്റകുറ്റപ്പണികൾ കൈക്കൊണ്ടുവന്ന ഫാൻ, മിക്സി, ഇൻഡക്ഷൻ കുക്കർ, TV എന്നിവ കത്തി നശിച്ചു. ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കൊല്ലം ഓച്ചിറ ടെമ്പിൾ റോഡിൽ സൂപ്പർ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ സംഭവത്തിൽ 2 പേർ കൂടി അറസ്റ്റിൽ. പ്രതികളായ അരുവിക്കര സ്വദേശി ആൽബിൻ, മുഹമ്മദ് സാലിഹ് എന്നിവരെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ 2 പേരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശ്ശൂരിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി റിമാൻഡിൽ. അന്തിക്കാട് സ്വദേശി നവീനെയാണ് പോലീസ് പിടികൂടിയത്. ശിവനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിലാണ് അറസ്റ്റ്. അന്തിക്കാട് സ്റ്റേഷൻ പരിധിയിൽ നിരവധി കേസുകളിൽ പ്രതിയാണ് നവീൻ. തിരുവനന്തപുരത്ത് വ്യാപാരിക്ക് നേരെ സംഘം ചേർന്ന ആക്രമണം. CCTV ദൃശ്യങ്ങൾ പുറത്ത്. അരിനാട് ശ്രീ വരാഹം ട്രേഡേഴ്സ് ഉടമ C. അജേഷാണ് 3 പേർ ചേർന്ന് മർദ്ദിച്ചതായി പരാതി നൽകിയത്. അരിനാട് പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. CCTV ദൃശ്യങ്ങൾ ഹാജരാക്കിയതിനു ശേഷമാണ് പോലീസ് കേസെടുത്തത്. തൃശ്ശൂരിൽ ഓപ്പറേഷൻ കാപ്പ തുടരുന്നു. മാള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയും ചക്കാട്ടി തോമസ് കൊലപാതക കേസിലെ പ്രതി പ്രമോദിനെ കാപ്പ ചുമത്തി തടങ്കലിലാക്കി. കൊലപാതക കേസിൽ ജാമ്യത്തിന് ഇറങ്ങാനിരിക്കെയാണ് കാപ്പ ചുമത്തി. വയനാട് സർക്കാർ മെഡിക്കൽ കോളേജിൽ വിവിധ വകുപ്പുകളിലായി ട്യൂട്ടർ, ഡെമോൺസ്ട്രേറ്റർ, ജൂനിയർ റെസിഡന്റ് തസ്തികകളിൽ മാർച്ച് 10 അഭിമുഖം നടക്കും. MBBS യോഗ്യതയും TCMC കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ സ്ഥിര രജിസ്ട്രേഷനുമുള്ള ഡോക്ടർമാർക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കും. ആലപ്പുഴ കേരള സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് സർട്ടിഫിക്കറ്റോടുകൂടി തിരുവനന്തപുരം ആറ്റിങ്ങൽ അംഗീകൃത പഠന കേന്ദ്രങ്ങളിൽ നടത്തുന്ന 1 വർഷം ദൈർഘ്യമുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇന്റേൺഷിപ്പോടുകൂടി റെഗുലർ പാർട്ട് ടൈം ബാച്ചുകളിലേക്ക് +2 കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. തിരുവനന്തപുരം കെൽട്രോണിൽ വിവിധ ഡിപ്ലോമ കോഴ്സുകളിൽ അപേക്ഷ ക്ഷണിച്ചു. ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ്, കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, ഡിപ്ലോമ ഇൻ ഓഫീസ് അക്കൗണ്ടിംഗ് എന്നീ കോഴ്സുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. SSLC, +2, ഡിഗ്രി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. ജില്ലാ ഭരണകൂടവും സന്നദ്ധ സംഘടനയായ കെയർ ഫോർ ആലപ്പിയും ചേർന്ന് ഭിന്നശേഷിക്കാരുടെ ജീവിത സുരക്ഷ ഉറപ്പുവരുത്താൻ സായുജ്യം പദ്ധതിയുടെ ഭാഗമായി ഭക്ഷണ വിതരണം ഉദ്ഘാടനം ചെയ്തു. കളക്ടറേറ്റിൽ നടന്ന ചടങ്ങ് ജില്ലാ കളക്ടർ അലക്സ് വർഗീസാണ് ഉദ്ഘാടനം ചെയ്തത്. കെയർ ഫോർ ആലപ്പി ചെയർമാൻ ബ്രിഗേഡിയർ CV അജയ് അധ്യക്ഷത വഹിച്ചു. കേരള സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് സർട്ടിഫിക്കറ്റോടുകൂടി തിരുവനന്തപുരം ആറ്റിങ്ങൽ അംഗീകൃത പഠന കേന്ദ്രങ്ങളിൽ നടത്തുന്ന 1 വർഷം ദൈർഘ്യമുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇന്റേൺഷിപ്പോടുകൂടി റെഗുലർ പാർട്ട് ടൈം ബാച്ചുകളിലേക്ക് +2 കഴിഞ്ഞവർക്ക് അപേക്ഷിക്കും. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ പ്രിസം പദ്ധതിയിൽ കണ്ടന്റ് എഡിറ്റർ പാനലിലേക്ക് മാർച്ച് 10 വരെ അപേക്ഷിക്കാം. +2വും വീഡിയോ എഡിറ്റിംഗിൽ ഡിഗ്രി, ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സുമാണ് യോഗ്യത. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. കോഴിക്കോട് മണിയൂർ ഗവൺമെന്റ് ITIയിൽ ഡ്രാഫ്റ്റ്സ്മാൻ ട്രേഡിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി, ഡിപ്ലോമ, NTC, NAC യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം.
ആലപ്പുഴ ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷന് തെക്ക് വശത്തുള്ള ലെവൽ ക്രോസ് നമ്പർ 124 അടച്ചിടും. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാത്തതിനാൽ മാർച്ച് 8 വൈകിട്ട് 6 വരെയാണ് അടച്ചിടുന്നത്. മലപ്പുറം കുമ്പിടി പട്ടാമ്പി റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. ഇതിന്റെ ഭാഗമായി VK കടവ് മുതൽ കുമ്പിടി വരെയുള്ള റീടാറിംഗ് പൂർത്തിയായിട്ടുണ്ട്. 3,11 ലക്ഷം രൂപ ചിലവഴിച്ചാണ് കുമ്പിടി ജില്ലാ അതിർത്തി മുതൽ ഞാങ്ങാട്ടിരി പെട്രോൾ പമ്പ് വരെയുള്ള റോഡ് റീടാറിംഗ് ചെയ്തത്. ആലപ്പുഴ നെഹ്റു ട്രോഫി സ്റ്റാർട്ടിംഗ് പോയിന്റിലെ നടപ്പാലം പൂർത്തീകരണത്തിലേക്ക്. ആലപ്പുഴ നഗരസഭ കരളകം നെഹ്റു ട്രോഫി വാർഡുകളെ ബന്ധിപ്പിക്കുന്നതിന് അമൃത് വൺ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പാലത്തിന്റെ നിർമ്മാണം. പുന്നമടക്കായലിലൂടെയുള്ള പുരവഞ്ചി യാത്രയെ ബാധിക്കാത്ത തരത്തിൽ സ്റ്റീൽ ഫാബ്രിക്കേഷനിലാണ് നടപ്പാലം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. 61 മീറ്ററാണ് പാലത്തിന്റെ നീളം. തിരുവനന്തപുരം കാളിപാറ ശുദ്ധജല പ്ലാന്റിൽ നിന്ന് വെള്ളം നിറഞ്ഞൊഴുകി മതിൽ തകർന്നു. 10ഓളം പേരുടെ പുരയിടത്തിലൂടെയാണ് വെള്ളവും കരിങ്കല്ലുകളും കുത്തിയൊലിച്ചെത്തിയത്. 36 MLD പ്ലാന്റിലാണ് കപ്പാസിറ്റിയിലധികം വെള്ളം പമ്പ് ചെയ്തതിന്റെ ഭാഗമായി വെള്ളം തുറന്നുവിട്ടത്. മലപ്പുറം തൃത്താല മണ്ഡലത്തിൽ പറക്കുളത്തെ വ്യവസായ പാർക്കിലെ സ്ഥാപനങ്ങളിൽ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ പാലിക്കുന്നില്ലെന്ന് പരാതി. മാലിന്യ സംസ്കരണ സംവിധാനം ശരിയായ രീതിയിലല്ലെന്നും ജില്ലാ വ്യവസായ വകുപ്പ് ഓഫീസർ അന്വേഷണം നടത്തണമെന്നും കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രതികരിച്ചു. പറക്കുളത്ത് വ്യവസായ വകുപ്പിന്റെ അനുമതിയോടെ നിരവധി സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത്. മുതലപ്പൊഴി അഴിമുഖത്ത് അനിയന്ത്രിതമായി രൂപപ്പെടുന്ന മണൽത്തിട്ട നീക്കം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ്. അഴിമുഖത്ത് മണൽത്തിട്ട രൂപപ്പെട്ടയിടത്ത് ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചായിരുന്നു പ്രതിഷേധം. മണൽ നീക്കം നിലച്ചതോടെ അഴിമുഖത്ത് വൻതോതിലാണ് മണൽ അടിഞ്ഞുകൂടിയത്. ഇടുക്കി ജില്ലയിലെ ആനയിറങ്കൽ ഡാം തുറന്നു. വേനൽക്കാലത്ത് നിറഞ്ഞൊഴുകുന്ന സംസ്ഥാനത്തെ ഏക അണക്കെട്ടാണ് ആനയിറങ്കൽ. പന്നിയാർ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ പൊന്മുടി അണക്കെട്ടിന്റെ സഹായ അണക്കെട്ടാണ് ആനയിറങ്കൽ. പൊന്മുടി ജലാശയത്തിലേക്ക് വെള്ളമെത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആനയിറങ്കൽ അണക്കെട്ട് തുറന്നത്. തിരുവനന്തപുരം നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായി ഭിന്നശേഷി കലാകായിക മേള മഴവില്ലഴക് സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന കലാകായിക മേളയിലെ മത്സരാർത്ഥികൾക്കുള്ള സമ്മാനങ്ങൾ അഡ്വക്കേറ്റ് DK മുരളി MLA വിതരണം ചെയ്തു. ആലപ്പുഴ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ 2024-25 വാർഷിക പദ്ധതി അംഗീകാരവുമായി ബന്ധപ്പെട്ട് ജില്ലാ ആസൂത്രണ സമിതി യോഗം ചേർന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പങ്കെടുത്തു. സ്കൂളുകളിലും കോളേജുകളിലും വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ജില്ലാ പഞ്ചായത്ത് പുതിയ പദ്ധതി തയ്യാറാക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി പറഞ്ഞു. ആലപ്പുഴ ചങ്ങനാശ്ശേരിയിൽ അസംഷൻ ഓട്ടോണമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി നടത്തിയ ദേശീയ ഹ്രസ്വ ചലച്ചിത്ര പ്രദർശനം സമാപിച്ചു. മികച്ച ഹ്രസ്വചിത്രമായി $1 മില്യൺ ക്വസ്റ്റ്യനെയും, മികച്ച സംവിധായകനായി ശരത് ജോജിയെയും, മികച്ച തിരക്കഥാകൃത്തായി രവിചന്ദ്രൻ TAയെയും തിരഞ്ഞെടുത്തു. പാലക്കാടിൽ ചുട്ടുപൊള്ളുന്ന വേനലിൽ ആശ്വാസം പകർന്ന നൊങ്ക്. മായമില്ലാത്തതിനാൽ നൊങ്ക് കഴിക്കാൻ ആവശ്യക്കാരേറെയാണ്. എന്നാൽ ചൂട് കൂടിയതോടെ നൊങ്ക് കിട്ടാനില്ലെന്ന് വ്യാപാരികളുടെ പരാതി. നൊങ്ക് ഒരു പീസിന് 10 രൂപയാണ്. കേരള സർക്കാർ സംയോജിത ശിശു വികസന സേവന പദ്ധതി 2023-24 വർഷത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്കുള്ള പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. പത്തനംതിട്ട ജില്ലയിലെ മികച്ച ICDS സൂപ്പർവൈസർക്കുള്ള പുരസ്കാരത്തിന് എടത്വ സ്വദേശി സിന്ധു ജിങ്ക ചാക്കോ അർഹയായി. പുരസ്കാര നേട്ടത്തിൽ പ്രസന്നൻ പാരൂർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. തിരുവനന്തപുരം നെടുമങ്ങാട് തെക്കുംകര പറണ്ടോട് ഭഗവതി ക്ഷേത്രത്തിൽ മകയിരം മഹോത്സവത്തോടനുബന്ധിച്ച് സമൂഹ പൊങ്കാല നടന്നു. വിവിധ കലാപരിപാടികളോടുകൂടി നടക്കുന്ന മകയിര മഹോത്സവം മാർച്ച് 7-ന് സമാപിക്കും.
തൃശൂർ ഇളവള്ളിയിൽ കേരള കർഷക സംഘം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ CPIM കർഷക സംഘം നേതാവായിരുന്ന VR പുഷ്കരന്റെ അനുസ്മരണം ആചരിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗവും കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായ TV ഹരിദാസൻ പതാക ഉയർത്തലും പുഷ്പാർച്ചനയും നടത്തി. തൃശൂർ കൈലാസനാഥ വിദ്യാനികേതൻ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ അവബോധ യാത്രയുടെ ഭാഗമായി ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. തൃശൂർ ടൗൺ മുതൽ മണ്ണുത്തി വരെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലാണ് ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത്. തൃശൂർ മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴയിൽ സേവന മേഖലയ്ക്ക് മുൻതൂക്കം നൽകി മാന്നാർ പഞ്ചായത്തിൽ മിച്ച ബജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്തിലെ 2025-26 വർഷത്തെ കരട് ബജറ്റ് പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് സെലീന നൌഷാദാണ് അവതരിപ്പിച്ചത്. പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നതാണ് ബജറ്റ്. സംസ്ഥാനത്ത് ലഹരിക്കെതിരെ നടപടികൾ കർശനമാക്കുമ്പോൾ വാഹനങ്ങളില്ലാതെ നെട്ടോട്ടമോടി തൃശൂർ അന്തിക്കാട് എക്സൈസ് വകുപ്പ്. തൊണ്ടി മുതൽ വരെ സ്റ്റേഷനിലെത്തിക്കുന്നത് ഓട്ടോയിലും ടാക്സി കാറിലും. വകുപ്പ് തലത്തിലെ നിരുത്തരവാദപരമായ സമീപനമാണ് എക്സൈസ് പ്രവർത്തനത്തിന്റെ താളം തെറ്റിക്കുന്നതെന്ന് ആക്ഷേപം. രാജമൗലി മഹേഷ് ബാബു ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചു. ചിത്രത്തിൽ പൃഥ്വിരാജ് സുകുമാരനും ജോയിൻ ചെയ്തു. ഹൈദരാബാദിൽ നിന്ന് സിനിമയുടെ ലൊക്കേഷനിലേക്ക് തിരിക്കുന്ന മഹേഷ് ബാബുവിന്റെയും പൃഥ്വിരാജിന്റെയും ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ജിത്തു അഷ്റഫിന്റെ സംവിധാനത്തിൽ കുഞ്ചാക്കോ ബോബൻ നായകനായി എത്തിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി 50 കോടി ക്ലബിൽ. ജിത്തു അഷ്റഫിന്റെ സംവിധാനത്തിൽ ഷാഹി കബീറാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചത്. കുഞ്ചാക്കോ ബോബൻ നായകനായി എത്തിയ 5-ാം പാതിര, നാത്താൻ, കേസുകോട് എന്നീ സിനിമകളിൽ ഇതിനു മുമ്പ് 50 കോടി ക്ലബിൽ ഇടം നേടി. പുതുമുഖം അനൂപ് രത്ന നായകനാകുന്ന ചിത്രം ലീച്ച് മാർച്ച് 14 തിയേറ്ററുകളിലെത്തും. ബുക്ക് ഓഫ് സിനിമ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നിർമ്മിച്ച ചിത്രം SM ആണ് സംവിധാനവും രചനയും നിർവഹിച്ചിരിക്കുന്നത്. ദൂരയാത്ര ചെയ്യുന്ന ഏതൊരു ദമ്പതികൾക്കും സംഭവിക്കാവുന്ന ഒരു അപകടമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം.